PINNACLE അക്കാഡമിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ +2 കെമിസ്ട്രി ആണ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ +2 കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ദ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ +1 കെമിസ്ട്രി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചു. നിങ്ങൾക്കിപ്പം കെമിസ്ട്രിയെക്കുറിച്ച് അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ലിറ്റിൽ മോർ അഡ്വാൻസ്ഡ് ഏരിയയിലേക്കുള്ള ഒരു കുറേയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. കാരണം +1 കെമിസ്ട്രിയിൽ നിങ്ങൾ കുറേ എല്ലാം പഠിച്ചത് ബേസിക് കാര്യങ്ങൾ മാത്രമായിരുന്നു. ഇങ്ങോട്ട് ഇനിയും പോകും തോറും +2ലേക്ക് നിങ്ങൾ പോകും തോറും +2 കെമിസ്ട്രി പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. +1 കെമിസ്ട്രി നിങ്ങൾ എവിടെയാണോ പഠിച്ച് നിർത്തിയത് അവിടെ നിന്നാണ് എല്ലാ ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് നിങ്ങൾ ഇനി +2 കെമിസ്ട്രിയിലേക്ക് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഓൾറെഡി +1 കെമിസ്ട്രി പഠിച്ചതാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. എന്തായിരുന്നു? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ അകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ്? നമുക്ക് മെയിനായിട്ട് അവർ ഇൻട്രൊഡക്ഷനിൽ തന്നെ കൊടുത്തിരുന്നതാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മെയിൻലി 3 രീതിയിലാണ്, 3 ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് അല്ലേ? നമ്മൾ കൊച്ചിലേ മുതൽ പഠിക്കുന്ന കാര്യമാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ? നമുക്കറിയാം, സോളിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിലെ എല്ലാ പാർട്ടിക്കിളും പെർഫെക്റ്റ്ലി മീൻസ് മാക്സിമം ക്ലോസ് ആയിട്ടാണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ലിക്വിഡിന് ഇപ്പം പെർഫെക്റ്റ് ഒരു ഷേപ്പ് ഇല്ല, അതുകൊണ്ട് തന്നെ എടുക്കുന്ന കണ്ടെയ്നറിൻ്റെ ഷേപ്പിൽ ഒരുമാതിരി സോളിഡ്സിലെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിളിനെക്കാട്ടിലും ലിക്വിഡ്സിലേക്ക് വരുമ്പോഴത്തേന് അവിടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം കൂടും. ഓക്കെ, ഗ്യാസിലിട്ട് പോകണം. ഇപ്പോൾ ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ റൂമോ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നതും അടുത്ത പാർട്ടിക്കിൾ ഇരിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. മീൻസ് ഒരു പാർട്ടിക്കിളും വേറെ പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടുത്തെ മെയിൻ കാര്യം +1 നിങ്ങൾ എന്തായിരുന്നു പഠിച്ചത്? പാർട്ടിക്കിൾ സൈസ് നോക്കുക. പാർട്ടിക്കിൾ സൈസ് അല്ല, പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. മീൻസ് എന്താ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ എന്ത് മാറ്റർ എടുത്താലും അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്തുവാ? ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ അല്ലേ? മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എല്ലാം കിട്ടുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് തന്നെ. പക്ഷേ ഇത് എന്തിൻ്റെ ബേസിലാണ് ഇത് തിരിച്ചേക്കുന്നത്? നമുക്ക് ഈ സോളിഡ്, ലിക്വിഡും ഗ്യാസും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലും ബേസിക് ഡിഫറൻസ് എന്താണ്? ഇത് തമ്മിൽ ഒരാറ്റോ, സോളിഡിൻ്റെ അകത്തിരിക്കുന്ന ഒരാറ്റോ അടുത്ത ആറ്റോ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിൽ പോകുമ്പോഴത്തേന് വീണ്ടും അവിടുത്തെ ഡിസ്റ്റൻസ് കൂടുകയാണ്. ഒരാറ്റോ അല്ലെങ്കിൽ അടുത്ത ആറ്റോ അല്ലെങ്കിൽ ഒരു മോളിക്കൂൾ അടുത്ത മോളിക്കൂൾ നമ്മുടെ ഡിസ്റ്റൻസ് വീണ്ടും കൂടുന്നു. ഗ്യാസിലേക്ക് പോകുകയാണെങ്കിലോ ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. മീൻസ് അവിടെ വളരെ ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഗ്യാസസിന് എവിടെ വേണമെങ്കിലും കയറി മാറിയൊക്കെ പോകാനൊക്കെ ഉള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഉള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്നാൽ ഇൻ്റർന്യൂക്ലിയർ ഡിഫറൻസ് ആണ്. മീൻസ് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് വെച്ചാൽ ഒരു പാർട്ടിക്കിളും വേറൊരു പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. അപ്പം സോളിഡ്സിലേക്ക് വരുവാണെങ്കിൽ എന്താണ് ഇവിടെ കൂടുതൽ? ഇവിടെ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ആരെക്കാട്ടിലും? ലിക്വിഡിൻ്റെ ഒരു പാർട്ടിക്കിളും സോളിഡിൻ്റെ ഒരു പാർട്ടിക്കിളും. മീൻസ് ഇവിടുത്തെ 2 ആറ്റവും ഇവിടുത്തെ 2 ആറ്റവും കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ആറ്റവും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊരു ഓർഡർ ഇങ്ങനെ എടുക്കുക. ഏറ്റവും കൂടുതൽ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഉള്ളത് ഗ്യാസസിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി കുറവാണ് ലിക്വിഡ്സിൽ. സോളിഡ്സിലേക്ക് വരുവാണെങ്കിലാണ് ഏറ്റവും കുറവ് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഉള്ളത്. മീൻസ് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കുറവ് ആർക്കാണുള്ളത്? സോളിഡ്സ്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ബേസിക് ആയിട്ട് പഠിച്ചത്. വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ബേസ് പറയാൻ കാരണം നമ്മൾ ഈ ചാപ്റ്ററിൽ +2 കെമിസ്ട്രിയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ സ്പെഷ്യലി ഒരു സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അത് നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ചോ ഗേസ് സ്റ്റേറ്റിനെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് എന്താണ് സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലിക്വിഡിനെ ഗ്യാസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് അവിടുത്തെ ബേസിക് ഡിഫറൻസ് എന്താണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ജസ്റ്റ് +2 കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റിലേക്ക് ഓൺലി വി ആർ ഡീലിംഗ് വിത്ത് സോളിഡ് മാറ്റേഴ്സ് ഓർ മാറ്റർ ഇൻ ദ ഫോം ഓഫ് സോളിഡ് സ്റ്റേറ്റ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. എന്താണ് സോളിഡ്, എന്താണ് ഇതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്, പിന്നെ അതിൻ്റെ അകത്തുള്ള കുറച്ച് ചെറിയ ചെറിയ കാൽക്കുലേഷൻസ്, പിന്നെ ഇതിൻ്റെ അകത്തുള്ള എന്താണ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സോളിഡ് സ്റ്റേറ്റ് മാത്രം, വേറെ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഡയറക്റ്റ് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാണ്, സോളിഡ് സ്റ്റേറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തിനാണ് സോളിഡ് സ്റ്റേറ്റ് പഠിക്കുന്നത്? എന്തിനാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കാൻ കാരണം? മീൻസ് അതിന് എന്തൊക്കെയോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. മീൻസ് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് കൊണ്ടാണ് കമ്പയർഡ് ടു ലിക്വിഡ് ആൻഡ് ഗ്യാസസ് അല്ലെങ്കിൽ അതർ ഫോംസ് ഓഫ് മാറ്റർ, അതർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമ്മൾ സോളിഡിനെ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഗുണം എന്താണ്? സോളിഡ്സിന് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ബേസിക്കലി നമ്മൾ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സോളിഡ്സിനെ പഠിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. Characteristics of solids or solid state. Okay,
അപ്പോൾ സിമ്പിളായിട്ടുള്ള 4 കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെയാണ് ദേ ഹാവ് ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് വോളിയം ആൻഡ് ഷേപ്പ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന ഏതൊരു സോളിഡ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും പർട്ടിക്കുലർ ആയിട്ടൊരു മാസ് കാണും, കോൺസ്റ്റന്റ് മാസ്. ഇപ്പോൾ ഈ പേന എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു മാർക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇതിന് പർട്ടിക്കുലർ ആയിട്ടൊരു മാസ് ഉണ്ട്. ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് മാസ് ഉണ്ടെങ്കിൽ ഡെഫിനിറ്റ് വോളിയം മീൻസ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിലാണ് ഇത് ഒക്യുപ്പൈ ചെയ്യുന്നത്. ഒക്യുപ്പൈ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പേസിനാണ് നമ്മൾ അതിനെ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നുള്ള ഷേപ്പ് അല്ലേ, ഈ ഒരു പേനയ്ക്ക് ഡെഫിനിറ്റ് ഷേപ്പിൽ നിങ്ങൾ ഏതൊരു സോളിഡ് മെറ്റീരിയൽ എടുത്താലും ഈ 3 കാര്യങ്ങളും ഉണ്ടായിരിക്കും, ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു ഇമേജ് വരച്ചതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ എപ്പോഴും ഈ കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് കാര്യങ്ങളും സയൻറ്റിഫിക് റൈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സയൻറ്റിഫിക് വേർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വേർഡ് ഉപയോഗിച്ച് വേണം നമ്മൾ ഓരോന്നും എഴുതാൻ വേണ്ടി. മീൻസ് ആറ്റം മോളിക്യൂൾ അല്ലാതെ ആറ്റം മോളിക്യൂൾസിന് പകരം പാർട്ടിക്കിൾസ് മാത്രം എഴുതാൻ പറ്റും. പക്ഷേ മോസ്റ്റ് സ്പെസിഫിക്കലി ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എന്നൊക്കെ എഴുതുന്നതാണ് ബെറ്റർ, മീൻസ് മാർക്ക് കിട്ടാനായിട്ടുള്ള ബെറ്റർ കാര്യങ്ങൾ, അല്ലാതെ ജനറലൈസ് ചെയ്തൊരിക്കലും എഴുതില്ല. പക്ഷേ നമ്മൾ ഈ സോളിഡ് സ്റ്റേറ്റിൻ്റെ കേസിൽ ഇപ്പം രണ്ടാമത്തെ പോയിന്റ് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സോളിഡ് ബ്ലോക്കാണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് പറയുന്നത്. അപ്പം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഓഫ് സോളിഡ് മീൻസ് സോളിഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളൊക്കെ കൂടി ചേർന്നാണ് ഏത് മാറ്റർ ആയാലും ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും ഈ ചാപ്റ്റർ പറയുമ്പോഴത്തേന് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ എന്നാണ് പറയാൻ വരുന്നത്. കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ വെച്ചാൽ എന്താണ്, ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സാധനം എന്തുകൊണ്ടാണോ ഫോം ചെയ്തത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്, അതാണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. നിങ്ങളിപ്പം ഒരു കറി വെക്കുകയാണ്, ഇപ്പോൾ അവിയൽ വെക്കുക അല്ലെങ്കിൽ സാമ്പാർ വെക്കുക അല്ലെങ്കിൽ മീൻകറി വെക്കുക, അപ്പോൾ അവിടെ നിങ്ങൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഓരോ കാര്യത്തിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും. എന്താണ് ഇൻഗ്രീഡിയൻസ്? നിങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ ആഡ് ചെയ്ത് അവസാനം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അതാണല്ലോ, എന്നാലേ നമുക്കൊരു കറിയായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ സോളിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കോൺസ്റ്റുവൻസ് എന്ന് പറയും ഇൻസ്റ്റെഡ് ഓഫ് ഇൻഗ്രീഡിയൻസ്. ഇവിടെ ഇൻഗ്രീഡിയൻസ് അല്ല, കോൺസ്റ്റുവൻറ്റ് ഓൾറെഡി അതിൻ്റെ അകത്തുള്ള സാധനമാണ്. അപ്പം കോൺസ്റ്റുവൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ സോളിഡ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ലിക്വിഡോ ഗ്യാസ് എന്തെടുത്താലും അതിൻ്റെ അകത്തുള്ള കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് എന്തൊക്കെയാകാം? എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ? 1 ആറ്റം ആകാം, 2 മോളിക്യൂൾ ആകാം, 3 അയോൺസ് ആകാം. ഇത് ഏതുമാകാം, ആറ്റമോ മോളിക്യൂളോ. അയോൺ മീൻസ് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ആകാം, കാറ്റയോണോ ആനയോണോ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കാറ്റഗറിയാണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ന് വരുന്നത്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇത് 3 ആകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഞാൻ എപ്പോഴും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ന് പറയത്തുള്ളൂ, അല്ലെങ്കിൽ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മീൻസ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് മീൻസ് ഞാൻ പറഞ്ഞതിൻ്റെ അകത്തിൽ ഓരോരോ പാർട്ടിക്കിൾ വളരെ ക്ലോസ്ലിയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് കമ്പയർഡ് ടു ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഞാൻ ഈ വരയ്ക്കുന്ന ഓരോരോ സർക്കിളും ഓരോ ആറ്റം അല്ലെങ്കിൽ ഓരോ മോളിക്യൂളായിട്ട് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അയോണോ ആറ്റോ മോളിക്യൂൾ എന്തുവാ. അപ്പം രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത് ദേ ഹാവ് വെരി ഷോർട്ട് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. ദേ ഹാവ് വെരി ഷോർട്ട് ആൻഡ് സ്ട്രോങ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. എന്താണ് ദേ ഹാവ് വെരി ഷോർട്ട് ആൻഡ് സ്ട്രോങ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്? കാരണം എന്താ, ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇന്റർ ന്യൂക്ലിയർ ഫോഴ്സസ് എന്നൊക്കെ പറയും. എന്താണ് ഇന്റർ ന്യൂക്ലിയർ ഫോഴ്സസ്? ഇപ്പോൾ ഒരു ആറ്റവും വേറൊരു ആറ്റവും ഒരു സാധനത്തിൽ തന്നെ തിരിക്കുക, പക്ഷേ ഇത് തമ്മിൽ എപ്പോഴും നമുക്ക് പറയാൻ പറ്റും ദേ ആർ ഇൻ അട്രാക്ഷൻ. അവർ തമ്മിലൊരു അട്രാക്ഷൻ ഫോഴ്സ് ആണ്. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ ഫോഴ്സിനെയാണ് നമ്മൾ ഇന്റർ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ സോൾസിൻ്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറയുന്നത് ദേ ഹാവ് വെരി ഷോർട്ട്. നിങ്ങൾ ഇതിൻ്റെ നോക്കി മനസ്സിലാവും, ഒരു ആറ്റോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിളും അടുത്ത കോൺസ്റ്റന്റ് പാർട്ടിക്കിളും തമ്മിൽ ദേ ഹാവ് വെരി ഷോർട്ട് ബട്ട് ഇറ്റ് ഈസ് എ സ്ട്രോങ് ഇന്റർ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദേ ഹാവ് വെരി ഷോർട്ട് ബട്ട് സ്ട്രോങ് internuclear forces of attraction. അപ്പോൾ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു? നമ്മളിപ്പോൾ ഒരു സോളിഡ് പാർട്ടിക്കിൾ എടുത്താലേ സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളും തൊട്ടടുത്തിരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ഡിസ്റ്റൻസ് വളരെ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? അവിടെ നമ്മളുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. മീൻസ് ദേ ഹാവ് വെരി ഷോർട്ട് ബട്ട് സ്ട്രോങ് ഇന്റർ ന്യൂക്ലിയർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. പക്ഷേ നിങ്ങൾ ലിക്വിഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ വേണമെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഇവിടെ, അടുത്ത പാർട്ടിക്കിൾ ഇവിടെ, അടുത്ത പാർട്ടിക്കിൾ ഇവിടെ. മീൻസ് കമ്പയർഡ് ടു സോളിഡ്സ് ഇവിടുത്തെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലാണ്.
മീൻസ് അതിന് ഷോർട്ട് എന്ന് പറയുന്നത് ലിറ്റിൽ ബിറ്റ് ലോങ്ങർ ദാൻ സോളിഡ്സ്. ഇൻ സോളിഡ്സിലെ കേസിലെ കമ്പയർ നോക്കുമ്പോൾ ലിക്വിഡ്സിൽ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുകൂടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ ഒരു ഇന്റർന്യൂക്ലിയർ ഫോഴ്സസ് ഇവിടെ അത്രയും തന്നെ സ്ട്രോങ് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും കമ്പയർഡ് ടു സോളിഡ്സ്. മീൻസ് ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ആ ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇത്ര വീക്കർ ആകും. അതാണ് അവിടുത്തെ മീനിങ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകണം. സോളിഡ്സിൻ്റെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളും മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നേ ഉള്ളൂ. സോളിഡ്സിൽ ഇരിക്കുന്ന ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളും അതിൻ്റെ അകത്ത് ദേ ഹാവ് ദെയർ ഓൺ ഫിക്സഡ് പൊസിഷൻ. സെയിം ഒരു സോളിഡ് ബ്ലോക്ക് എഴുതുവാണ്, പാർട്ടിക്കിൾസ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സോളിഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളും ദെയർ ഓൺ ഫിക്സഡ് പൊസിഷൻ. മീൻസ് അതിൻ്റെ പൊസിഷൻസ് ഫിക്സഡ് ആണ്. അതിൻ്റെ അകത്തിൽ ഓരോ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഫിക്സഡ് ആണ്. പക്ഷേ നിങ്ങൾ ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് പറയുന്നത്, ഈ ഒരു ലിക്വിഡിൻ്റെ അതിലെ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. മീൻസ് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ വേറെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇച്ചിരി വീക്കറാണ് കമ്പയർഡ് ടു സോളിഡ്. ഗ്യാസിലേക്ക് പോകുകയാണെങ്കിൽ ഒരു മോളിക്കൂൾ ഇവിടെ ആണെങ്കിൽ വേറൊരു മോളിക്കൂൾ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത് ഇവിടെ ആയിരിക്കും. ഇവിടെ നിന്ന് വെച്ചാൽ കമ്പയർഡ് ടു ലിക്വിഡ് ആൻഡ് ഗ്യാസിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഫോഴ്സ് വീക്കറാകുന്നതനുസരിച്ചുകൊണ്ട് ആ ഒരു ഫ്രീ മൂവ്മെന്റ് മീൻസ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു റൂമിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഗ്യാസ് റൂമിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള മൂവ്മെന്റ് എന്താണ്, വളരെ ഫ്രീ ആണ്. പക്ഷേ സോളിഡ്സ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ പൊസിഷൻ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. എന്തിന്? അവിടെ സോളിഡ്സിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. എന്താണ്? സോളിഡ്സിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ചേഞ്ച് ചെയ്തില്ല. ദേ ഹാവ് ദെയർ ഓൺ ഫിക്സഡ് പൊസിഷൻ. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഹാവ് ദെയർ ഓൺ ഫിക്സഡ് പൊസിഷൻ, ബട്ട് they can oscillate in their own mean position. എന്താണ് പറയുന്നത്? they have fixed position. അവർക്ക് ഒരു ഫിക്സഡ് പൊസിഷൻ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും they can able to അവർക്ക് ഒരു മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. മീൻസ് ഇപ്പോൾ ലിക്വിഡിനും ഗ്യാസിന് മൂവ് ചെയ്യാനുള്ള എല്ലാ പാർട്ടിക്കിളും, സോളിഡ് ലിക്വിഡ് ഗ്യാസിന് എല്ലാ പാർട്ടിക്കിളും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഓൾറെഡി ഉണ്ട്. മീൻസ് റൂം ടെമ്പറേച്ചർ എടുത്താൽ പോലും അതിൻ്റെ ഒരു കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അതിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യാനുള്ള ചെറിയൊരു കൈനറ്റിക് എനർജി കിട്ടിയാൽ പോലും നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ട്? ആ ഒരു തമ്മിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവാണ്. പക്ഷേ ഇവിടെ ആ ഒരു റൂം ടെമ്പറേച്ചർ ആ ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇച്ചിരി കൂടുതലായതുകൊണ്ട്. പക്ഷേ ആ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൊണ്ട് എന്ത് ചെയ്യും? ഓരോ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ നോക്കും. വൈബ്രേഷൻ മീൻസ് എന്താണ്? അല്ലെങ്കിൽ ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ പറയാം. ഇപ്പോൾ ഇതൊരു പാർട്ടിക്കിൾ ആണെങ്കിൽ ആ ഒരു മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പെൻഡുലം പോകുന്ന പോലെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് മാത്രമേ സോളിഡിൻ്റെ പാർട്ടിക്കിൾസിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് പോകുക അല്ലെങ്കിൽ വേറെ പൊസിഷനോട്ട് ഇങ്ങനെ പൊസിഷൻ മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്? സോളിഡ് പാർട്ടിക്കിൾസ് ഓർ സോളിഡ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഹാവ് ദെയർ ഓൺ ഫിക്സഡ് പൊസിഷൻ ഇൻ ദാറ്റ് സോളിഡ്, ബട്ട് ദേ ക്യാൻ ഓസിലേറ്റ് ഇൻ ദെയർ മീൻ പൊസിഷൻ. മീൻസ് ആ ഒരു പൊസിഷൻ ഇവിടെ എന്താണ്? ഫിക്സഡ് ആണ്. ബട്ട് ദേ ക്യാൻ ഓസിലേറ്റ് ലൈക്ക് ദിസ്. മീൻസ് എൻ്റെ പെൻഡിലം പോകുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഓസിലേറ്റ് ചെയ്യാൻ എന്തിനു പറ്റും? സോളിഡ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന് പറ്റും. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നാലാമത്തെ പോയിന്റിലേക്കാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് നോട്ട് ചെയ്യുക. ദേ ഹാവ് ഫിക്സഡ് പൊസിഷൻ. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഹാവ് ഫിക്സഡ് പൊസിഷൻ, സ്റ്റിൽ ദേ ക്യാൻ oscillate on their mean position. Okay, oscillate on their mean position. അപ്പോൾ നാലാമത്തെ പോയിന്റ് പറയുന്നത് വളരെ ചെറിയൊരു പോയിന്റാണ്. ദേ ആർ വെരി റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിൻ്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ് കമ്പയർഡ് ടു ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ ഈ സോളിഡ്സിന് നമ്മൾ കമ്പയർഡ് ടു നിങ്ങൾക്ക് അറിയാം ഇത് വളരെ റിജിഡാണ്, നല്ല കട്ടിയോടുകൂടി ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്ത് പറയാൻ പറ്റും? ദേ ആർ ഇൻകംപ്രസിബിൾ. മീൻസ് കംപ്രസ് ചെയ്യാൻ, പ്രഷർ കൊടുത്തിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. കംപ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇപ്പം വെരി ഹൈ പ്രഷറൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളിപ്പം ചില യൂട്യൂബ് വീഡിയോസ് കാണും, എന്താ കംപ്രസ് ചെയ്യുന്ന ഓരോ മെറ്റീരിയലിൻ്റെ കംപ്രസിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ഓരോ വീഡിയോസൊക്കെ യൂട്യൂബ് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് വെച്ചാൽ വളരെ ഹൈ പ്രഷറൊക്കെയാണ് കൊടുത്തത്. ഈ പൈലിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പാലം പണിക്കൊക്കെ വേണ്ടിയിട്ട് പില്ലറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പൈലിംഗ് ഒക്കെ ചെയ്തു. അതൊക്കെ എന്ന് വെച്ചാൽ വെരി ഹൈ പ്രഷർ. അവിടെയൊക്കെ ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ ജനറലി ഒരു ചെറിയൊരു ഫോഴ്സ് ഇപ്പം എൻ്റെ കൈ കൊണ്ട് ഇതിനെ കംപ്രസ് ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമോ? നിങ്ങളുടെയൊക്കെ ഇപ്പോൾ പേന കംപ്രസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് നാലാമത്തെ പോയിന്റ് എന്താ പറയാൻ പറ്റും? ദേ ആർ വെരി റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ.
അപ്പോൾ ഇത്രയും 4 പോയിന്റേ ഉള്ളൂ നമ്മളിതിൻ്റെ സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. കമ്പയർ ടു ലിക്വിഡ് ആൻഡ് ഗ്യാസസ് സോളിഡ്സിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഫസ്റ്റ് പറയുന്നതാണ് ഡെഫിനിറ്റ് മാസ്, ഷേപ്പ് ആൻഡ് വോളിയം. രണ്ടാമത്തെ മീൻസ് അവരുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്, പക്ഷേ ആ ഒരു അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഹാവ് ദെയർ ഓൺ ഫിക്സഡ് പൊസിഷൻ ബട്ട് സ്റ്റിൽ ദേ ക്യാൻ ഓസിലേറ്റ് ഇൻ ദെയർ ഓൺ മീൻ പൊസിഷൻ. നാലാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ദേ ആർ റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ. ഓക്കെ, അപ്പോൾ ഇത്ര കഴിഞ്ഞപ്പോഴത്തേന് സോളിഡ്സിൻ്റെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത് പോകുന്നതും ഒരു മെയിനായിട്ടുള്ള ടോപ്പിക്കിലേക്കാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. എന്താണ്? സോളിഡ്സിനെ തന്നെ സോളിഡ്സിൻ്റെ ഉള്ളിൽ തന്നെ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. മീൻസ് ഇപ്പോൾ സോളിഡിനെ ഒരു സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ സോളിഡ്സിൻ്റെ സബ്സെറ്റുകൾ എന്നൊക്കെ പറയാൻ പറ്റും. മീൻസ് സോളിഡ്സിനെ അതിൻ്റെ അതിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിൽ, എന്തിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇൻ സോളിഡ്സ്. സോളിഡ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ 2 കാറ്റഗറി. ഏതൊക്കെയാണ്? ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. എന്താണ്? ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്, എന്താണ് അമോർഫസ് സോളിഡ്, എന്താണ് അതിൻ്റെ ഡിഫറൻസ്, എന്തുകൊണ്ടാണ് അതിലുള്ള ഈ ഒരു ഡിഫറൻസ് വരാൻ കാരണം, കുറച്ച് 7 പോയിന്റുകൾ ഈച്ച് കാറ്റഗറിയിലുണ്ട്. വിത്ത് എക്സാമ്പിൾ പഠിക്കണം. കമ്പൽസറി എക്സാമ്പിൾക്കൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എക്സാമ്പിളാണ് മെയിനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. ചില പ്രോപ്പർട്ടികൾ പ്രത്യേകം എടുത്ത് ചോദിക്കും. മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ച്, അല്ലെങ്കിൽ അനൈസോട്രോപ്പി, ഐസോട്രോപ്പി എന്ന് പറയുന്ന ചില പ്രത്യേക പ്രോപ്പർട്ടീസൊക്കെ എടുത്തിട്ട് ചോദിക്കാറുണ്ട്. ഇത് ഏത് ടൈപ്പ് സോളിഡാണ് ഈ പ്രോപ്പർട്ടി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് സോളിഡാണ് ഈ പ്രോപ്പർട്ടി കാണിക്കാത്തത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റും. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ആണ്. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്? നമ്മളപ്പോൾ സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഇനി നമ്മൾ നോക്കാം എന്തിൻ്റെ ബേസിലാണ് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ കാണുന്ന എല്ലാ സോളിഡ്സ് കുറേ കാര്യമുണ്ട്. സോളിഡ് എന്താണ് പറയുന്നത്? ഗ്ലാസ്, റബ്ബർ, അല്ലെങ്കിൽ ഡയമണ്ട്, അല്ലെങ്കിൽ ഇപ്പം സോഡിയം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ പോലും അത് ക്രിസ്റ്റൽ ഫോമിലൊക്കെ ഇരിക്കുന്നത്. അപ്പം ഓരോന്നിനും ഓരോ ഫോമാണ്. അപ്പം എന്തിൻ്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സോൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ? ഞാൻ പറഞ്ഞു, ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെൻറ്റ് ഓർ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ, സോൾസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ 2 കാറ്റഗറി. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ക്രിസ്റ്റലൈൻ സോളിഡ്. എന്താണ്? ക്രിസ്റ്റലൈൻ. രണ്ട് അമോർഫസ്. എന്തിന്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ? ജസ്റ്റ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. മീൻസ് ഇപ്പോൾ ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്തായാലും ഉണ്ടല്ലോ, ആറ്റം, അയോൺ ഓർ മോളിക്യൂൾ. ഓക്കെ, അപ്പം ഈ ഒരു സോളിഡിൻ്റെ അകത്തിൽ, അല്ലെങ്കിൽ ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിൽ എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെന്റ്, ആ അറേഞ്ച്മെന്റിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? സോൾഡ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എന്തൊക്കെയാണ്? ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ക്രിസ്റ്റൽസിനെ കുറിച്ചൊക്കെ ആയിട്ടാണ്. മീൻസ് ഒരു എന്താണ് പറയുന്നത്, ഡയമണ്ട് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോൾഡ് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്രിസ്റ്റലൈൻ സോൾഡ്സിൻ്റെ പെക്യുലാരിറ്റി, എന്താണ് അമോർഫസ് സോൾഡിൻ്റെ പെക്യുലാരിറ്റി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഒരു ചാർട്ടാക്കി അല്ലെങ്കിൽ ഒരു ടേബിൾ ഫോമിൽ പഠിക്കുന്നതാണ് എപ്പോഴും എളുപ്പം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുവാണ്, ക്രിസ്റ്റലൈൻ സോൾഡ്സ് ദേ ഹാവ് ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്. ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ്. ഇത്രയേ പറയുന്നുള്ളൂ. എന്താണ് അതിൻ്റെ അകത്തിൽ ഓരോ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ആ ഒരു പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഡെഫിനിറ്റ് ആയിട്ട് ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോയേക്കുവാണ്. ഇപ്പോൾ ഇതൊരു ക്രിസ്റ്റലൈൻ സോൾഡ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ട്, എ, ബി. മീൻസ് എ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ, ബി എന്ന് പറയുന്ന പാർട്ടിക്കിൾ ചേർത്ത് ഇപ്പോൾ NaCl എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിൽ എ എന്ന് പറയുന്നത് Na+ എന്ന് പറയുന്ന എയും Cl- എന്നുള്ളത് ബിയും. അപ്പോൾ Naയും Clയും അതിൻ്റെ അകത്തിൽ ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തിൽ ഇതൊരു എന്താണ് പറയുന്നത്, ഈ ഒരു സോൾഡ് എടുത്തു കഴിഞ്ഞാൽ NaCl ഇപ്പോൾ പൊടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പൊടിയല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അതിൽ ഒരു സോഡിയം ക്ലോറൈഡിൻ്റെ സോൾട്ട് എടുത്തിട്ട് അതിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അതിൽ എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഒരു എ ബി ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെന്റ്. മീൻസ് ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർഡർ അത് ഫോളോ ചെയ്യും. ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് ഒരു ഓർഡർ ഫോളോ ചെയ്യും. ആ ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ടുള്ളതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദേ ഹാവ് എ ഡെഫിനിറ്റ് ജോമെട്രി എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു കേസിൽ അമോർഫസ് സോളിഡിന്റെ കേസ് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ദേ ഹാവ് എ ഡെഫിനിറ്റ് ജോമെട്രി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? ദേ ഹാവ് എ ഇറഗുലർ ജോമെട്രി ഓർ ഇറഗുലർ ഷേപ്പ്. മീൻസ് ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു എക്സാമ്പിൾ എ ബി എന്ന് ഉള്ള 2 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ചേർന്നൊരു സോൾഡ് ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ചിലപ്പം എ
ഒരു ബി ഇവിടെ, ഒരു എ ഇവിടെ, ഒരു ബി ഇവിടെ, ഇവിടെ ചിലപ്പോൾ ഒരു ബി ആയിരിക്കും. ഇങ്ങനെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് മീൻസ് ഒരു ഓർഡർ ഇല്ലാതെ ആണ് എൻ്റെ അറേഞ്ച്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമുക്കൊരു ഷേപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ജോമെട്രി റെഗുലർ ആണെന്ന് പറയാൻ പറ്റില്ല. എന്താണ് അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ പോയിന്റ് പറയുന്നത്? ദേ ഹാവ് എ ഇറഗുലർ ഷേപ്പ് ഓർ ഇറഗുലർ ജോമെട്രി. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ലോങ് റേഞ്ച് ഓർഡർ. എന്താണ് ലോങ് റേഞ്ച് ഓർഡർ? ഞാനിപ്പോൾ ഫസ്റ്റ് പോയിന്റിന് റിലേറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡ് പോയിന്റ് പറയാം. ഡെഫിനിറ്റ് ഷേപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റന്റ് പാർട്ടിക്കുള്ള ഒരു സോൾഡാണ് എടുത്തേക്കുന്നതെങ്കിൽ എ ബി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അതിൻ്റെ ഓരോ റോയിലും ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തം അറേഞ്ച്മെന്റ്. മീൻസ് എത്ര ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ പോലും അതിൻ്റെ അകത്തുള്ള ഒരു ഓർഡർ അത് മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്രിസ്റ്റലൈൻ സോൾസ് ഹാവ് ലോങ് റേഞ്ച് ഓർഡർ. പക്ഷേ ഇവിടെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ എ ബി എന്നൊരു രണ്ട് കോൺസ്റ്റന്റ് പാർട്ടിക്കുള്ള ഒരു അമോർഫസ് സോൾഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എന്താണ് അതിനകത്ത് ചിലപ്പോൾ ഒരു ഓർഡർ അതിന് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എ ബി അല്ലെങ്കിൽ എ ബി എ അല്ലെങ്കിൽ എ ബി അങ്ങനെയുള്ളൊരു ഫോം ആയിരിക്കും അതിൽ എന്താണ് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് പറയാൻ പറ്റും? ദേ ഡോണ്ട് ഹാവ് എ ലോങ് റേഞ്ച് ഓർഡർ. ലോങ് റേഞ്ച് ഓർഡർ അത് ഫോളോ ചെയ്യുന്നില്ല. അതിനതിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെന്റ് ഒരു ലോങ് റേഞ്ച് ഓർഡർ ഇല്ല എന്നൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ദേ ഡോണ്ട് ഹാവ് ലോങ് റേഞ്ച് ഓർഡർ. അതർവൈസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലോങ് റേഞ്ച് ഓർഡറിൻ്റെ ഓപ്പോസിറ്റ് എന്ത് എഴുതാൻ പറ്റും? ദേ ഹാവ് ഷോർട്ട് റേഞ്ച് ഓർഡർ. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ദേ ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ദേ ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. എന്താണ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോൾഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോൾഡ് ആണെങ്കിൽ ഇപ്പോൾ പർട്ടിക്കുലർ ഒരു സോൾഡ് ഞാൻ എടുത്തു, ഇതിനെ ഇപ്പോൾ ഞാൻ ഹീറ്റ് ചെയ്തു. മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഹീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് മെൽറ്റ് ചെയ്ത് ഫുള്ളി മെൽറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു കണ്ടെയ്നറിലാണ് വെച്ച് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് മൊത്തം ഒരു മോൾട്ടൺ സ്റ്റൈലിലോട്ട് മാറി. മീൻസ് ഒരു ലിക്വിഡ് സ്റ്റൈലിലോട്ട് മാറി. മീൻസ് എന്താണ് പറഞ്ഞത്? പർട്ടിക്കുലർലി ആ 100 ഡിഗ്രി സെൽഷ്യസ് വന്നപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ഹീറ്റ് ചെയ്തു. ഹീറ്റായി മൊത്തം മെൽറ്റായി മാറി. പക്ഷേ ഒരു അമോർഫസ് സോൾഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അമോർഫസ് സോൾഡ് ഇപ്പോൾ റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ തീയിലൊക്കെ കാണിച്ച് നിങ്ങളൊക്കെ പരീക്ഷിച്ച് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അമോർഫസ് സോൾഡാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് കൊണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ദേ ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ദേ ഹാവ് എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. മീൻസ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒരിക്കലും ഈ ഒരു ക്രിസ്റ്റലൈൻ സോളിൻ്റെ കേസിൽ ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ ഒരു അമോർഫസ് സോൾഡ് മെൽറ്റ് ആകും എന്ന് ഫുള്ളി മെൽറ്റ് ആകും എന്നൊക്കെ പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഇവിടെ പറയാൻ പറ്റുന്നത്? ദേ ഹാവ് എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓർ നമുക്ക് പറയാൻ പറ്റും ദേ ഡോണ്ട് ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്നൊക്കെ പറയാൻ പറ്റും. എന്താണ് സംഭവിക്കുന്നത്? അമോർഫസ് സോളിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുന്നതനുസരിച്ച് വേണ്ടി ഇപ്പോൾ റബ്ബറൊക്കെ നിങ്ങൾ കത്തിക്കാൻ മനസ്സിലാവും. ആ ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോൾ ഇതിന് ഉരുകാൻ തുടങ്ങും. പക്ഷേ അപ്പോഴത്തേന് ഫുള്ളി നമുക്ക് ഉരുകി വെള്ളമായി മാറും? ഒരിക്കലും ഇല്ല. ജസ്റ്റ് വീണ്ടും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഉരുകിയല്ലേ തീർന്നു പോകുന്നത്. അതാണ് ഈ അമോർഫസ് സോളിൻ്റെ പ്രത്യേകത. മീൻസ് ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇപ്പം 100 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് മെൽറ്റ് ആകാൻ സ്റ്റാർട്ട് ചെയ്യും, മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ 100 ഡിഗ്രി തന്നെ അത് ഫുള്ളി മെൽറ്റ് ആവണമെന്നില്ല. ഒരു 100-150 ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേനെ കംപ്ലീറ്റ് അത് മെൽറ്റ് ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? ഒരു ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് അല്ലെങ്കിൽ ഒരു മോൾട്ടർ സ്റ്റേറ്റിലോട്ട് അത് പോകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദേ ഹാവ് എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ടു മെൽറ്റ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പോയിന്റ്? ദേ വിൽ ഗ്രാജുവലി സോഫൺ. മീൻസ് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴത്തേന് ഗ്രാജുവലി സോഫ്റ്റ് ആകാൻ തുടങ്ങും. മീൻസ് ഒരു സോൾഡ് ഒരു അമോർഫസ് സോൾഡ് എടുത്ത് ഹീറ്റ് വേണമെങ്കിൽ സോഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ കടന്നുപോയി മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? മെൽറ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദേ ഡോണ്ട് ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഷാർപ്പ് MP മീൻസ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ദേ ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ആർക്ക്? ക്രിസ്റ്റലൈൻ സോളിന്. പക്ഷേ ഇവിടെ ഒരു അമോർഫസ് സോളിലേക്ക് പോകുകയാണെങ്കിൽ ദേ ഡോണ്ട് ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറാണ് അമോർഫസ് സോളിനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ നാലാമത്തെ പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു മൂന്നാമത്തെ പോയിന്റിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് നാലാമത്തെ പോയിന്റ്. ദേ ഹാവ് എ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇവിടെ ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ അമോർഫസ് സോളിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദേ ഡോണ്ട് ഹാവ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ മീൻസ് മെൽറ്റിംഗ് പോയിന്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. മെൽറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോളിനെ മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആക്കുന്നു. ഇവിടെ തിരിച്ച് ഫ്യൂഷൻ ചെയ്യുകയാണ്. മോൾട്ടർ സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഒരു ക്രിസ്റ്റലൈൻ സോളിനെ പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ക്രിസ്റ്റലൈസേഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഇപ്പോൾ ഒരു മോൾട്ടർ സ്റ്റേറ്റ് ഇരിക്കുന്ന സാധനത്തിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് വരുമ്പോഴത്തേന് ഒരു പാർട്ടിക്കൽ ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് അത് ക്രിസ്റ്റലൈസ് ചെയ്ത് നമുക്ക് ക്രിസ്റ്റലൈൻ ആയിട്ടൊരു സോൾഡ് ഇടും. പക്ഷേ അമോർഫസ് സോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഫിനറ്റ് ആയിട്ട് ടെമ്പറേച്ചർ അല്ല. ഇപ്പം നിങ്ങൾ ഗ്ലാസ് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്ലാസിൻ്റെ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് 3 സ്റ്റെപ്പായിട്ടാണ് ജനറലി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തൊരു ഒരു സ്റ്റെപ്പാണ്, സെക്കൻഡ് ഓർ തേർഡ് സ്റ്റെപ്പാണ് അനീലിംഗ് എന്ന് പറയും. എന്താണ് അനീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മളിപ്പോൾ ഗ്ലാസിൻ്റെ മാനുഫാക്ചർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഇതുപോലെ നോക്കുന്നത് പർട്ടിക്കുലർ ആയിട്ട് ഒരു ഫ്രെയിമിൻ്റെ അകത്തോട്ടൊക്കെയാണ് ഈ ലിക്വിഡ് സ്റ്റേറ്റ് മോൾട്ടർ സ്റ്റേറ്റ് ഇരിക്കുന്ന ഗ്ലാസ് ഒഴിക്കും. എന്നിട്ട് അനീലിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ സ്ലോ ആയിട്ട് കൂൾ ചെയ്യും. വളരെ സ്ലോ റേറ്റ് കൂൾ ചെയ്താണ് കൊണ്ടുവരുന്നത്. നമ്മൾ ഫാസ്റ്റർ റേറ്റിൽ അതിനെ കൂൾ ചെയ്യാൻ വേണ്ടി എന്ത് സംഭവിക്കും? അതിൻ്റെ ഗ്ലാസിൻ്റെ ഒരു ട്രാൻസ്പെറൻസി നഷ്ടപ്പെടും. മീൻസ് ട്രാൻസ്പെറൻ്റ് ആണല്ലോ ഓൾറെഡി ഉള്ള ഗ്ലാസ്, പ്ലെയിൻ ഗ്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ആ ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഈ ഒരു ഗ്ലാസിനെ പെട്ടെന്നാണ് നിങ്ങൾ കൂൾ ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഒരു ഗ്ലാസിന് ട്രാൻസ്പെറൻസി നഷ്ടപ്പെടും, മീൻസ് ഒപ്പേക്കായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള അമോർഫസ് സോളുകളുടെയൊക്കെ മാനുഫാക്ചറിങ്ങിൽ ഒരു കൂളിംഗ് അല്ലെങ്കിൽ അനീലിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ വളരെ സ്ലോ ആയിട്ട് അതിനെ കൂൾ ചെയ്യുന്നത്. മീൻസ് വളരെ സ്ലോ ആയിട്ട് മാത്രമേ അതിൻ്റെ ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നടക്കത്തുള്ളൂ. മീൻസ് അവിടുത്തെ ഒരു ഡെഫിനിറ്റ് ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല, അമോർഫസ് സോളിൻ്റെ കേസിൽ പറയാൻ പറ്റില്ല. പക്ഷേ ക്രിസ്റ്റലൈൻ സോളിൻ്റെ കേസിൽ ദേ ഹാവ് എ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം. ഇനിയുമുള്ള ഒരു 4ാമത്തെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമുക്കൊരു ട്രൂ സോളിഡ് എന്ന് വിളിക്കാൻ പറ്റും. എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്. ഈ സോളിഡ്സ് കാറ്റഗറി പെടുന്ന തന്നെ ഒരു കാര്യമാണല്ലോ ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പോൾ ഇത്രയും നല്ല ഡെഫിനിറ്റ് മെൽറ്റിംഗ് പോയിന്റ്, ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ തരുന്നു, നല്ല ജോമെട്രി, ഒരു ഡെഫിനിറ്റ് ജോമെട്രി ഫോളോ ചെയ്യുന്നു, ലോങ് റേഞ്ച് ഓർഡർ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദേ ആർ എ ട്രൂ സോളിഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നിങ്ങളാണെങ്കിൽ അമോർഫസ് സോളിൻ്റെ കേസിലോട്ട് പോകുമ്പോഴത്തെ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്തായാലും ക്രിസ്റ്റലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അമോർഫസ്. അപ്പോൾ ഇതിനെ നമുക്ക് ട്രൂ സോളിഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ദേ ആർ സൂഡോ സോളിഡ്സ്. Pseudo solids, or we can say that they are also known as super cooled liquids. എന്താണ്? super cooled liquids. എന്തുകൊണ്ട് നിങ്ങളെ സൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്? ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിൻ്റെ അതിലെ പ്രോപ്പർട്ടി മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് അല്ല. ഓക്കെ, പിന്നുള്ള ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇല്ല, ഒരു ഇറഗുലർ അറേഞ്ച്മെൻ്റ് ആണ്, കോൺസ്റ്റന്റ് പാർട്ടികൾ, ഒരു ഷോർട്ട് റേഞ്ച് ഓർഡർ ഒക്കെയാണ്. മെയിൻലി വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്ലാസ്, നിങ്ങളുടെ വിൻഡോസിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഇല്ലേ, അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വെയിലൊക്കെ അടിക്കുന്ന ഒരു ഭാഗത്ത് ഒരു 10, 20, 30 വർഷത്തേക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ പകൽ സമയങ്ങളിൽ വെയിൽ കൊള്ളുന്ന ഒരു ഗ്ലാസ്സാണ് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഗ്ലാസ്സൊക്കെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഗ്ലാസിൻ്റെ ടോപ്പ് ടു ബോട്ടം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൈ ഓടിച്ച് നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ടോപ്പ് ടു ബോട്ടം വരുമ്പോഴത്തേന് ഗ്ലാസിൻ്റെ ആ തിക്നെസ് കൂടുന്നതായിട്ട്, മീൻസ് എക്സ്ട്രീം ബോട്ടത്തിലൊക്കെ വരുമ്പോഴത്തേന് ടോപ്പിനെ കമ്പയർ നോക്കുമ്പോഴത്തേന് ബോട്ടം, ആ ഗ്ലാസിൻ്റെ ആ ഒരു ബോട്ടം പൊസിഷനിൽ തിക്നെസ് ഇച്ചിരി കൂടുതൽ നിൽക്കാൻ ഉപയോഗപ്പെടും. എന്തുകൊണ്ടാണത്? മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ഹീറ്റ് ഈ ഒരു ഗ്ലാസ്സിലേക്ക് എപ്പോഴും ഇത്ര വർഷങ്ങളോളം അടിക്കുമ്പോഴത്തേന് ഇതിൻ്റെ അകത്തിലെ പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്യാൻ ശ്രമിക്കുക. എന്താണ്? ദേ ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ. എന്താണ്? ദേ ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ. എന്താണ്? ഗ്ലാസിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഗ്ലാസ് എന്ന് പറയുന്നത് അമോർഫസ് സോളിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് അടിക്കുമ്പോഴത്തേന് അതിൻ്റെ അകത്തിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ഫ്ലോ ചെയ്ത്, അല്ലെങ്കിൽ ഒരു വെരി സ്ലോ റിയാക്ഷൻ ആണത്. മീൻസ് വെരി സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അത്ര വർഷങ്ങളോടെ 20, 30, 40 വർഷമൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു തിക്നെസ്, ബോട്ടം പൊസിഷനിൽ ആ ഒരു തിക്നെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്താണ് പറയുന്നത്, ഈവൻ ഒരു സോൾഡ് ആണെങ്കിൽ പോലും ഇത്രയും വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും അതൊരു ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി. ഫ്ലോ ചെയ്താലല്ല അതിൻ്റെ മീൻസ് മേളിൽ നിന്ന് താഴോട്ട് വന്നാൽ മാത്രമല്ല അവിടെ തിക്നെസ് കൊടുത്തുള്ളൂ. അല്ല അതിൻ്റെ അകത്ത് ഇംബിബിഷൻ എന്ന് പറയുന്നതിനുള്ള മെക്കാനിസം ഒന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ അതിലുള്ള സാധനം തന്നെ, പാർട്ടിക്കിൾ തന്നെ ഫ്ലോ ചെയ്ത് താഴത്തേക്ക് വന്നിങ്ങനെ നിൽക്കും. അതാണ് കാണിക്കുന്നത്. ഈ ഗ്ലാസ് എന്ന് പറയുന്ന അമോർഫസ് സോൾഡ് അങ്ങനെ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നു. എന്ത് പ്രോപ്പർട്ടിയാണ്? ദേ ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ. മീൻസ് ഫ്ലോ എന്ന് പറയുമ്പോഴത്തേന് അതൊരു ഫ്ലൂയിഡ്സിൻ്റെ പ്രോപ്പർട്ടിയാണ് അല്ലേ. ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ എന്താണ്? തിങ്സ് ദേ ക്യാൻ ഫ്ലോ, മീൻസ് ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള എന്തിനെ നമുക്ക് ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുക. അതുകൊണ്ട് ഗ്യാസ് ഫ്ലോ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുക. ലിക്വിഡ്സ്, വാട്ടർ ഉൾപ്പെടുന്ന ലിക്വിഡ്സിനെല്ലാം നമുക്ക് ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുക. എന്തുകൊണ്ട്? ദേ ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ. അതുപോലെ തന്നെയാണ് ഈ അമോർഫസ് സോൾഡ്. ഗ്ലാസിൻ്റെ ഒക്കെ എന്താ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വാട്ടറിനെ പോലെ അല്ലെങ്കിൽ ലിക്വിഡ്സിനെ പോലെ ഗ്യാസിനെ പോലെ അത്രയ്ക്കൊരു ഈസിലി മൂവബിളല്ല. എന്നിരുന്നാൽ പോലും ഒരു ടെൻഡൻസി ടു ഫ്ലോ കാണിക്കുന്നുണ്ട് തന്നെ നമുക്കിനി ഒരു ട്രൂ സോൾഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ട്രൂ ലിക്വിഡ് എന്ന് അല്ലെങ്കിൽ ട്രൂ ഫ്ലൂയിഡ് എന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത്. പക്ഷേ ഇതിനൊരു സോളിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് കൂടുതലുള്ളത്. സോളിഡിൻ്റെ നേച്ചറും സോളിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് കൂടുതലുള്ളത്. പക്ഷേ ഫ്ലൂയിഡിൻ്റെ ഒരു ടെൻഡൻസി ടു ഫ്ലോ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടാണ് നമ്മൾ ഇതിനെ ട്രൂ സോളിഡ് എന്ന് വിളിക്കാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് എന്താണ്? സൂഡോ സോളിഡ്. സൂഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫേക്ക് എന്നൊരർത്ഥം.
ഓക്കെ, സൂഡോ സോളിഡ്സ് എന്ന് നമ്മൾ അമോർഫസ് സോളിനെ വിളിക്കുന്നത്, ഓർ അതർവൈസ് ദേ ആർ ഓൾസോ നോൺ ആസ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്, ഒരു പോയിന്റും കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ്, ആറാമത്തെ ഒരു പോയിന്റാണ്. ഇപ്പം നിങ്ങളാണെങ്കിൽ ഒരു ഷാർപ്പായിട്ട് ഏതെങ്കിലും ഒരു ടൂൾ എടുക്കുക, ഷാർപ്പ് എഡ്ജുള്ള ഒരു ടൂൾ, നൈഫ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒരു അമോർഫസ്, ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ എടുത്തിട്ട് നിങ്ങൾ അതിനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് ഈക്വൽ ഹാഫ് വേണം. നിങ്ങൾ അതിനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഒരു കട്ട് ചെയ്ത് രണ്ട് നിങ്ങൾക്ക് ഒരു പോർഷൻ കിട്ടും, രണ്ട് ഇതിൻ്റെ എക്സാക്റ്റ് ഹാഫ് കിട്ടിയെങ്കിൽ ഈ കട്ട് ചെയ്ത രണ്ട് സർഫസും സ്മൂത്ത് സർഫസ് ആയിരിക്കും. എന്താണ്? യു വിൽ ഗെറ്റ് എ സ്മൂത്ത് സർഫസ്. ആ രണ്ട് ഈക്വലി കിട്ടിയ രണ്ട് പാർട്ടിൻ്റെ ആ കട്ട് ചെയ്ത ആ സർഫസ് സ്മൂത്ത് സർഫസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു അമോർഫസ് സോളിഡ് എടുക്കുക, ഇപ്പോൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു എന്താണ് പറയുന്നത്, ഹോളോ ബ്രിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതൊരു ബ്രിക്ക് എടുക്കുക, നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക, ഏതൊരു ടൂൾ വെച്ച് കട്ട് ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് രണ്ട് പീസ് ഷുവറായിട്ടും കിട്ടും, അത് അവിടെയും കിട്ടും, ഇവിടെ രണ്ട് പീസ് കിട്ടും, രണ്ടോ മൂന്നോ അതിൽ കൂടുതലൊക്കെ കിട്ടും. പക്ഷേ ഇവിടുത്തെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തിട്ട് ഈ പുതിയതായിട്ട് കിട്ടുന്ന ഈ സർഫസ് ഒരിക്കലും സ്മൂത്ത് സർഫസ് ആയിരിക്കില്ല, അതൊരു ഇറഗുലർ സർഫസ് ആയിരിക്കും. ഇതാണ് നാലാമത്തെ പോയിന്റ് പറയുന്നത്. എന്താണ് ക്രിസ്റ്റലൈൻ സോൾസിൻ്റെ ആറാമത്തെ പോയിന്റ് പറയുന്നത്? ഓൺ കട്ടിങ് വിത്ത് എ ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ വെച്ച് നിങ്ങൾ ക്രിസ്റ്റലൈൻ സോളിനെ ഒരു ക്രിസ്റ്റലിനെ കട്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ദേ വിൽ കട്ട് ഇൻ ടു പീസസ് ആൻഡ് ദ പീസസ് ഹാവ് എ സ്മൂത്ത് സർഫസ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്തി പറയുന്നത്, അമോർഫസ് സോളിൽ പറയുന്നത്. എന്താണ്? ഒരു ഷാർപ്പ് എഡ്ജുള്ള ടൂൾ വെച്ച് നിങ്ങൾ കട്ട് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ആൻ ഇറഗുലർ സർഫസ് ഓർ ഇറഗുലർലി സ്മൂത്ത് സർഫസ് എന്നൊക്കെ പറയാൻ പറ്റും. സ്മൂത്ത് സർഫസ് അല്ല, ഒരു ഇറഗുലർ റഫ് സർഫസ് ആണ് നിങ്ങൾക്ക് അമോർഫസ് സോളിൻ്റെ കേസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടൊരു പോയിന്റാണ്. ഇനി ലാസ്റ്റ് ഒരു പോയിന്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പല എക്സാമിന് ഈ ഒരു പോയിന്റിൻ്റെ ബേസിലാണ് കൂടുതലും ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ഓക്കെ, ആ ഒരു പോയിന്റ് ഇത്രേ പറയുന്നുള്ളൂ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ shows anisotropic nature or anisotropic property. Okay, they are anisotropic. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അനൈസോട്രോപ്പിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഐസോട്രോപ്പി. സോ അനൈസോട്രോപ്പി ഇത്രേ പറയുന്നുള്ളൂ. ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ സം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതുപോലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ നമ്മൾ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ പല ഡയറക്ഷനിൽ, ഇപ്പോൾ ഇതിനൊരു എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ, അല്ലെങ്കിൽ വേറൊരു ഡയറക്ഷൻ എം ഡയറക്ഷൻ, ഇങ്ങനെ കുറേ ഡയറക്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ഡയറക്ഷനിലും നിങ്ങൾ ഈ ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലുള്ള ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴത്തേന് ഓരോ ഡയറക്ഷനിൽ നിങ്ങൾക്ക് ഓരോ വാല്യൂ കിട്ടും. എന്താണ്? ഓരോ ഡയറക്ഷനിൽ നിങ്ങൾക്ക് ഓരോരോ വാല്യൂ കിട്ടും. ഇപ്പം വിചാരിക്കും, ഇപ്പോൾ എക്സ് ഡയറക്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് റെസിസ്റ്റൻസ് 6 ചിലപ്പോൾ നിങ്ങൾക്ക് 3 കിട്ടി. പക്ഷേ വൈ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 6 ചിലപ്പോൾ 2.9 കിട്ടത്തുള്ളായിരിക്കും. ഓക്കെ, ചിലപ്പം ഒരു ഇസഡ് ഡയറക്ഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ 6 ചെക്ക് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ 4 കിട്ടാം. മീൻസ് ഓരോ ഡയറക്ഷൻ മാറുന്നതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന ഡയറക്ഷൻ മാറുന്നതനുസരിച്ചുകൊണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് റെസിസ്റ്റൻസ് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ ചേഞ്ച് ചെയ്യുന്നു. അതാണ് അനൈസോട്രോപ്പിക് പ്രോപ്പർട്ടി. എന്താണ് അനൈസോട്രോപ്പിയുടെ ഒരു ഡെഫിനിഷൻ? The value of some physical properties like refractive index or electrical resistance, they will give different values in different direction. Okay, they will give different values in different direction. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ അമോർഫസ് സോളിഡ്. നിങ്ങൾ ഏതൊരു അമോർഫസ് സോളിഡ് എടുത്തിട്ട് ഏത് ഡയറക്ഷനിൽ എന്ത് വേണമെങ്കിലും ചെക്ക് ചെയ്തോ, ഈ ഇലക്ട്രിക് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ ഒക്കെ നിങ്ങൾ ഏത് ഡയറക്ഷനിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞോ നോക്കിയോ, എല്ലാ ഡയറക്ഷനിലും ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എല്ലാ ഡയറക്ഷനിലും റെസിസ്റ്റൻസ് എല്ലാം സെയിം ആയിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക് ഇൻ നേച്ചർ ആൻഡ് അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക് ഇൻ നേച്ചർ. എന്താണ് ഐസോട്രോപ്പി എന്ന് അറിയാമല്ലോ. അനൈസോട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ഗീവ് ഡിഫറെൻറ്റ് വാല്യൂസ്, ഫിസിക്കൽ പ്രോപ്പർട്ടി വാല്യൂസ്, റെസിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി വാല്യൂ will get a different value in different direction, but in this case we will get a same value in all direction. അതാണ് ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ അമോർഫസ് സോളിഡിൻ്റെയും എന്താ മെയിൻ ഡിഫറൻസ്. ഇതിൻ്റെ അനൈസോട്രോപ്പി ഐസോട്രോപ്പി ഒരിക്കലും മറന്നുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും പോകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വളരെ ചാൻസ് ഉള്ളൊരു പോയിന്റാണ് ഐസോട്രോപ്പി അനൈസോട്രോപ്പി. ഓക്കെ, ഇനി ഇതിന് 2-3 എക്സാമ്പിൾസ് കൂടെ പഠിച്ചു വെക്കുക. എന്ത്? ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ എക്സാമ്പിൾ, അമോർഫസ് സോളിഡിൻ്റെ എക്സാമ്പിളൂടെ. ഇപ്പോൾ ക്രിസ്റ്റലൈനിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് എന്താണ്? ഡയമണ്ട് ഒരു എക്സാമ്പിളാണ്, ഗ്രാഫൈറ്റ് ഒരു എക്സാമ്പിളാണ്, ബേസിക്കലി സോഡിയം ക്ലോറൈഡ്, പിന്നെ ക്വാർട്സ്, ഡയമണ്ട്, ഇതൊക്കെ ക്രിസ്റ്റലൈൻ സോളിന് എക്സാമ്പിളാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ റബ്ബർ, പ്ലാസ്റ്റിക്, ഈ കേസിൽ ഒരു എക്സാമ്പിൾ ഉണ്ട് ക്വാർട്സ് ഗ്ലാസ്.
ക്വാർട്സ് അല്ല, ക്വാർട്സ് ഗ്ലാസ്. ക്വാർട്സ് ക്രിസ്റ്റലൈൻ ആണ്, പക്ഷേ ക്വാർട്സ് ഗ്ലാസ് എന്താണ് അമോർഫസ് ആണ്. പിന്നെ വെറും ഗ്ലാസ്, നോർമൽ പ്ലെയിൻ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതും പിന്നെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സോളിഡ്സിൻ്റെ ഒരു മെയിൻ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആയി ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ്. എന്താണ് ഈ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ പ്രത്യേകത, എന്താണ് ഈ അമോർഫസ് സോളിഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്ര കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ് അല്ലെങ്കിൽ അമോർഫസ് സോളിഡ് എന്താണെന്ന് മനസ്സിലായി, സോളിഡ്സിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ മനസ്സിലായി. ഇനി നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ അമോർഫസ് സോളിഡിനെ അങ്ങ് റൂൾ ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്തിട്ട് എന്താണ് പഠിക്കുന്നത്, ഓൺലി വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. മീൻസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഇത്രയും നല്ല പ്രോപ്പർട്ടീസ് തരുന്നു, നല്ല സ്മൂത്ത് സർഫസ് ആണ്, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, എന്തിൻ്റെ ബേസിസിലാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പോകാം. ദാറ്റ് വിൽ ബി നെക്സ്റ്റ് ക്ലാസ്. മീൻസ് ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു സോളിഡ് സ്റ്റേറ്റിലെ മെയിൻ കാര്യങ്ങൾ. ഇത് ജസ്റ്റ് ബേസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, നമ്മുടെ നെക്സ്റ്റ് ലെക്ചറിലാണ് ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻജോയ് വിത്ത് ദിസ് വീഡിയോ. ബൈ.